ഹെബ്രായർ 6-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവയ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനമിടേണ്ടതില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് മുന്നോട്ടു പോകാം. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോകുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഓർമ്മിക്കുക, വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ഓർമ്മദിനമാണിന്ന്. 1842 ഏപ്രിൽ 2-ാം തീയതി ഇറ്റലിയിൽ റീവ എന്ന പ്രദേശത്ത് ചാൾസ് ബ്രിജീത്ത ദമ്പതികളുടെ മകനായി ജനിച്ചു. അനുസരണത്തിലും സ്നേഹത്തിലും മാതാപിതാക്കളോട് വലിയ ആദരവ് പ്രകടിപ്പിച്ചിരുന്നു. കഠിനാധ്വാനം മൂലം ക്ഷീണിതാവസ്ഥയിലുള്ള അപ്പനെ കാണുമ്പോൾ അവന് വളരെയധികം സങ്കടം അനുഭവപ്പെട്ടിരുന്നു. എനിക്ക് വേണ്ടിയാണ് അപ്പൻ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന ചിന്ത അവനെ അലട്ടിയിരുന്നു. 4 വയസ്സു മുതൽ പ്രഭാത ജപം, രാത്രി ജപം, ത്രികാല ജപം എന്നിവ ആരും ഓർമ്മിപ്പിക്കാതെ കൃത്യമായി ചെയ്യും. 7-ാമത്തെ വയസ്സിൽ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. തലേ ദിവസം അമ്മയോട് പറഞ്ഞു, ഞാൻ നാളെ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പോവുകയാണ്. എന്റെ തെറ്റുകളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. മേലിൽ ഞാൻ നന്നായി പെരുമാറിക്കൊള്ളാം. അമ്മയുടെ കണ്ണു നിറഞ്ഞു. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ ധ്യാനത്തിലെടുത്ത പ്രതിജ്ഞകളെല്ലാം കൃത്യമായി പാലിച്ചു പോന്നു. 1854 ഡൊമിനിക് പൗരോഹിത്യത്തെ ഉദ്ദേശിച്ച് ഡോൺ ബോസ്കോയുടെ ഓററ്ററിയിൽ ചേർന്നു. ഡോൺ ബോസ്കോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി ഡൊമിനിക്. അക്കൊല്ലമാണ് ദേവമാതാവിന്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. അധികാരികളുടെ അനുവാദത്തോടെ 14-ാം വയസ്സിൽ ഡൊമിനിക് അമലോത്ഭവ ഭക്തി പ്രോത്സാഹിപ്പിക്കാനായി ഒരു സൊഡാലിറ്റി സ്ഥാപിച്ചു. പരിശുദ്ധനായ ഈ ബാലൻ ലോകത്തിൽ അധികം ജീവിക്കാൻ ദൈവം തിരുമനസ്സായില്ല. ഒറേറ്ററിയിൽ വന്നപ്പോൾ ക്ഷീണിതനായിരുന്ന ഡൊമിനിക് 3 വർഷം പിന്നിട്ടപ്പോൾ വളരെ ക്ഷീണിതനായി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്വഭവനത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ മുതൽ കുട്ടിയുടെ ഭക്തി നിർഭരമായ പെരുമാറ്റം മരണത്തിലേക്കുള്ള ഒരുക്കമായിരുന്നു. 1857 മാർച്ച് 9-ാം തീയതി 15-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1954 ജൂൺ 12-ാം തീയതി 2-ാം പിയൂസ് പാപ്പ ഈ 15-കാരനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഡൊമിനിക് പറയുമായിരുന്നു, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല, എന്നാൽ ദൈവത്തിന്റെ കൂടുതൽ മഹത്വത്തിനായി എത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കും വിശുദ്ധ ഡൊമിനിക് പറഞ്ഞതുപോലെ ദൈവമഹത്വത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നിൻഹിതം ചെയ്യുവാനായി സമർപ്പിക്കുന്നേ, സമർപ്പിക്കുന്നേ, ഞാൻ സമർപ്പിക്കുന്നേ. നിൻഹിതം ചെയ്യുവാനായി സമർപ്പിക്കുന്നേ. കൃപാവരങ്ങൾ എന്നിൽ പകരണമേ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടണേ. ശക്തി എന്നിൽ നിറയ്ക്കൂ നാഥ.
ഒരുക്കമായി. കൃപ എന്നിൽ പകരുനാഥ, ശക്തി എന്നിൽ നിറയ്ക്കുനാഥ. സമർപ്പിക്കുന്നേ, ഞാൻ സമർപ്പിക്കുന്നേ യേശുവേ. യേശുവേ, സമർപ്പിക്കുന്നേ.